നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഖരിയ പ്രവചനം 3-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്നരുളി ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു. അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്ക നിൽക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവീൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ഞാൻ യോശുവയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണും ഉണ്ട്. ഞാൻ അതിന്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കും എന്ന് സൈന്യങ്ങളുടെ ഇവിടെ അരുളപ്പാട്. അന്നാളിൽ നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന്റെ കീഴിലേക്കും ക്ഷണിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ബാബേലിൽ നിന്നും മടങ്ങി വന്നവരിൽ പ്രമുഖനായ മഹാപുരോഹിതൻ യോശുവ ദൈവമുമ്പാകെ നിൽക്കുന്നതും സാത്താൻ യോശുവയെ കുറ്റം ചുമത്തുവാൻ വലതുഭാഗത്ത് നിൽക്കുന്നതുമായ ദർശനം ദൈവം സഖരിയാവിന് കാണിച്ചതാണ് 1-ാം വാക്യം. സാത്താനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലെ വിശേഷണം ദൈവമക്കളെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണ്. വെളിപ്പാട് 12:10. കോടതിയിൽ വലഭാഗത്താണ് സാക്ഷിയുടെ സ്ഥാനം. കള്ളസാക്ഷ്യം പറയാൻ ദൈവകോടതിയുടെ വലത്തുഭാഗത്ത് സാത്താൻ വരുന്നു. നീതിപരീക്ഷ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്ന് എന്റെ കാലിൽ ഉന്തി എന്നെ വീഴിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇയ്യോബിന്റെ പുസ്തകം 30:12 അതുകൊണ്ടാണ് പിതാവ് യേശുവിനെ ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തേക്ക് നമുക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്നത്. റോമാലേഖനം 8:34 അതുണ്ട്. യേശുവിനെ വലതുഭാഗത്തെ പുരുഷൻ എന്ന് 80-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിലും ഉണ്ട്. സങ്കീർത്തനം 121:5 യഹോവ വലത്തുഭാഗത്ത് നിനക്ക് തണൽ എന്ന് നാം വായിക്കുന്നു. സാത്താന് യോശുവയെ കുറിച്ച് ഉള്ള ആരോപണം യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നുവെന്നാണ്. വസ്ത്രം മുഷിഞ്ഞു, വസ്ത്രത്തിൽ കറ, വസ്ത്രത്തിൽ ചെളി എന്നൊക്കെ ഉള്ളത് ഏതോ തെറ്റിനെ കുറിച്ചാണ്. നിന്റെ വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കട്ടെ എന്നാണല്ലോ. അത് ജീവിത വിശുദ്ധിയെയാണ് കാണിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണല്ലോ. ദൈവം സാത്താനെ ശാസിച്ചുകൊണ്ട് പറയുന്നത് അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലോ എന്നാണ്. ബാബേൽ പ്രവാസത്തിൽ 70 വർഷം ജീവിച്ചതിന്റെ സ്വാധീനം മനസ്സിലാക്കാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ എല്ലാം ജീവിത സാഹചര്യങ്ങളെ ദൈവത്തിന് അറിയാം. അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവന് തലയിൽ കിരീടം നൽകുക എന്ന് ദൈവം കൽപ്പിച്ചതനുസരിച്ച് മുഷിഞ്ഞ വസ്ത്രം മാറ്റി വെണ്മയായ വസ്ത്രം അവന് ധരിപ്പിച്ചു. അവന് തലയിൽ കിരീടവും നൽകുവാൻ ഇടയായി. തുടർന്ന് വായിക്കുന്നത്, ഞാന് മുളയായവനെ എഴുന്നേൽപ്പിക്കും എന്നാണ്. ആ മുള എന്നുള്ളത് ദാവീദിന്റെ മുളയായ ദാവീദിന്റെ വംശത്തിൽ ആ ദാവീദിന്റെ കുശായിയുടെ കുറ്റിയിൽ നിന്ന് മുളച്ച കർത്താവായ യേശുവിനെയാണ് കാണിക്കുന്നത്. ദാവീദിനോട് ദൈവം പറഞ്ഞു, നിന്റെ വംശത്തിൽ
ഒരു രാജാവില്ലാതെ വരികയില്ല, അല്ലെങ്കിൽ നിത്യരാജ്യത്വം നിനക്കായിരിക്കും. അത് യേശുവിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. കർത്താവായ യേശുവിന്റെ കുരിശ് മരണവും അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ദൈവരാജ്യം സ്ഥാപിക്കുവാൻ മടങ്ങി വരുന്ന കാര്യവുമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അന്ന് ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ അത്തിവൃക്ഷത്തിന് കീഴിലേക്ക് ആളുകളെ ക്ഷണിക്കുമെന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് മാത്രമല്ല പുറത്തും സ്വൈരമായിട്ട് കഴിയുന്ന ദൈവരാജ്യം ഉണ്ടാകും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ ബാബേൽ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത് രണ്ട് കാര്യങ്ങളുടെ നിഴലാണ്. ഒന്ന്, നമ്മെ പാപത്തിൽ നിന്ന് പിശാചിൽ നിന്ന് വിടുവിക്കുവാൻ യേശു കുരിശിൽ മരിച്ചു. രണ്ടാമത്, നമുക്ക് ദൈവരാജ്യം സ്ഥാപിക്കാൻ യേശു വീണ്ടും വരുന്നു. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടെ കർത്താവിന്റെ ബെഡ് പറയുമ്പോൾ നോക്കി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.